ശാസ്ത്രം പറയുന്നത് മല്ലിയില ഇഷ്ടമല്ലാത്ത ആളുകൾ ജനിതകമാറ്റം സംഭവിച്ച മ്യൂട്ടൻസ് ആണെന്നാണ്. ഭൂമിയിലെ 20% ആളുകൾക്കും മല്ലിയില കഴിക്കുമ്പോൾ അതിന്റെ രുചി സോപ്പുമായിട്ട് സിമിലർ ആയിട്ട് തോന്നാറുണ്ട്. ഇതിന്റെ കാരണം അവരുടെ ജീനിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങളാണ്. മല്ലിയിലയോട് ഇവർക്ക് ഇത്ര എതിർപ്പുണ്ടെങ്കിലും ഈ മല്ലിയില ഉപയോഗിച്ച് ഒരു ചട്നിയോ മറ്റ് ആഹാര സാധനങ്ങളോ ഉണ്ടാക്കുമ്പോൾ ഇവർ ഒരു മടിയും കൂടാതെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുകയില്ല. എന്തായിരിക്കും ഇതിന് പുറകിലത്തെ രഹസ്യം? ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മല്ലിയിലയുടെ ശാസ്ത്രത്തിനെ കുറിച്ചാണ്. സോ എവരിവൺ, വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഡീകോഡ് ഫുഡ് വിത്ത് വെൽജിൻ. ഈ മല്ലിയില കഴിക്കുമ്പോൾ അതിന് സോപ്പിന്റെ രുചിയാണെന്നും ഈ മല്ലിയില ഉപയോഗിച്ചുള്ള ആഹാരങ്ങൾ കൂട്ടാത്തതുമായിട്ടുള്ള പലരും നമ്മുടെ കൂട്ടത്തിലും കാണും. അവരെ കുറ്റം പറയാനും സാധിക്കുകയില്ല. കാരണം ഇതിന്റെ എല്ലാം കാരണം ആൽഡിഹൈഡ്സ് എന്ന് പറയുന്ന മോളിക്യൂൾസ് ആണ്. മല്ലിയിലയുടെ രുചിക്കും മണത്തിനും കാരണമായ ചില മോളിക്യൂൾസ് ആണ് ആൽഡിഹൈഡ്സ്. ഈ ആൽഡിഹൈഡ്സ് സോപ്പിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മല്ലിയില കഴിക്കുമ്പോൾ ഇവർക്ക് സോപ്പിന്റെ രുചിയായിട്ട് തോന്നപ്പെടുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ചിലവർക്ക് ഈ മല്ലിയിലയുടെ രുചി സോപ്പിന്റെ രുചിയായിട്ട് തോന്നുന്നതും മറ്റു ചിലർക്ക് ഇതിനൊരു നല്ലൊരു പ്ലസന്റ് ടേസ്റ്റ് ആയിട്ട് തോന്നപ്പെടുന്നതും? ഇതിന് കാരണം മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ജീനാണ്, OR6A2. മനുഷ്യ ശരീരത്തിൽ OR6A2 എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. ഈ ജീനിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ചില മനുഷ്യർ ആൽഡിഹൈഡ്സ് എന്ന കോമ്പൗണ്ട്സുമായിട്ട് കൂടുതൽ സെൻസിറ്റീവ് ആകുന്നു. ഇത്തരത്തിൽ ആൽഡിഹൈഡ്സിനോട് കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് മല്ലിയില കഴിക്കുമ്പോൾ അതിന്റെ രുചി സോപ്പുമായിട്ട് സിമിലർ ആയിട്ട് തോന്നാറുണ്ട്. എന്നാൽ മല്ലിയില കഴിക്കുമ്പോൾ സോപ്പിന്റെ രുചിയാണെന്ന് പറഞ്ഞ ഈ സെയിം ആൾക്കാർക്ക് ഈ മല്ലിയില മിക്സിയിൽ അടിച്ച് ഒരു ചട്നി ആക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വേറൊരു ഭക്ഷണമോ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, മല്ലിയില മിക്സിയിട്ട് അരയ്ക്കുകയോ ക്രഷ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ആൽഡിഹൈഡ്സ് കോമ്പൗണ്ട് നഷ്ടപ്പെടുകയും ആൽഡിഹൈഡ്സിന്റെ അളവ് അതിൽ കുറയുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ രുചി ആസ്വദിക്കുവാനും സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചത് മല്ലിയിലയുടെ ശാസ്ത്രത്തിനെ കുറിച്ചാണ്. നമ്മുടെ ഇടയിലും ഈ മല്ലിയില ഇഷ്ടമല്ലാത്ത മ്യൂട്ടൻസ് ഒത്തിരി പേരുണ്ട്. അവരെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നത് വരെ ഗുഡ് ബൈ.